പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കളോടും അതുപോലെ തന്നെ വലിയ വലിയ മേലുദ്യോഗസ്ഥന്മാരോടും എൻ്റെ ഒരു സംശയമാണ്, ഒപ്പം ഒരു അപേക്ഷയാണ്. അതായത് നമ്മളൊരു വെയിറ്റിംഗ് ഷെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 7 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും MP ഫണ്ടിൽ നിന്നും MLA ഫണ്ടിൽ നിന്നും ഉപയോഗിക്കുന്നത്. അതേസമയം പാവപ്പെട്ട ആൾക്കാർക്ക് വീട് വയ്ക്കാൻ വേണ്ടി പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുന്നത് 4 ലക്ഷം രൂപയാണ്. 2 പൈപ്പും ഒരു ഷീറ്റും എടുത്തിട്ട് 7 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഒരു വീട് വാർത്ത് നന്നായിട്ട് 2-3 പേർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അതിന് 4 ലക്ഷം രൂപ. ഈ കാണിക്കുന്നത് ഒരു അഴിമതിയല്ലേ? എൻ്റെ ഒരു സംശയമാണ്. പിന്നെ അതേ എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട മന്ത്രിമാർക്കും MLA മാർക്കൊന്നും ഈ സിമന്റിന്റെയും മണലിന്റെയും വില അറിയാത്തോണ്ടായിരിക്കാം. ഞാൻ അവരെ ഒരിക്കലും കുറ്റം പറയില്ല. 6 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വീട് നന്നായിട്ട് വയ്ക്കാൻ പറ്റും. ഈ 4 ലക്ഷം രൂപ കൊടുത്തിട്ട് അവിടെ എത്തൂല ഇവിടെ എത്തൂല, വീണ്ടും അവർ ചോർന്ന് വിളിച്ച് കിടക്കേണ്ടി വരും. ഇത് എനിക്ക് ഒരുപാട് വീഡിയോകൾ ഞാൻ കണ്ടിട്ടും നമുക്ക് സങ്കടം തോന്നിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യണതാണ്. ഇത് മാക്സിമം രാഷ്ട്രീയക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പറയണം വെയിറ്റിംഗ് ഷെഡിന്റെ പൈസ വീടിന് കൊടുക്കണം, വീടിന്റെ പൈസ എടുത്ത് വെയിറ്റിംഗ് ഷെഡിന് കൊടുക്കണം. അവിടെ തീരാനുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അതായത് ഷാലു പെയ്യാടിന്റെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഒരു തരത്തിലും നമ്മളൊരു രാഷ്ട്രീയക്കാരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല വന്നിട്ടുള്ളത്, അത് ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. കാരണം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഷാലു പെയ്യാടൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ കുറച്ചൊക്കെ വാസ്തവമില്ലേ എന്ന് പോലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കുക. എന്തായാലും വെയിറ്റിംഗ് ഷെഡ് പണിയാനായിട്ട് 7 ലക്ഷവും ഒരു പാവപ്പെട്ടവർക്ക് ലൈഫൊക്കെ കൊടുക്കുമ്പോൾ അതിനകത്ത് 4 ലക്ഷവും മാത്രം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം വെയിറ്റിംഗ് ഷെഡിൽ ഉണ്ടാകുന്നത് 2 പൈപ്പ് മാത്രമാണ്. നമ്മൾ അതിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇരിക്കുക എന്നുള്ളത് അവിടെ ഇരുന്നിട്ടുള്ളവർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. അതിന് 7 ലക്ഷവും അതുപോലെ തന്നെ നമുക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള ഒരു വീട്, ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള വീടിന് വെറും 4 ലക്ഷം രൂപയും മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലുണ്ടാവുന്ന ഒരു വ്യത്യാസം തന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. എന്തായാലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. ഇനി അടുത്ത് തന്നെ ഇലക്ഷൻ വരികയാണ്, പുതിയ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതിൽ ആരാണ് വിജയിക്കുക എന്നൊന്നും നമുക്കറിയില്ല. ആര് തന്നെ ആയാലും നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു ലൈഫ് പദ്ധതിയിലേക്ക് കുറച്ചുകൂടി പൈസ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചുകൂടി പൈസ കൊടുക്കുക. വെയിറ്റിംഗ് ഷെഡ് പണിയാൻ എടുക്കുന്നതിന്റെ കുറച്ച് തുകയെങ്കിലും ഈ ഒരു വീട് പണിയാനായിട്ടുള്ളവർക്ക് കുറച്ച് കൊടുക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും വെയിറ്റിംഗ് ഷെഡിനേക്കാളും നമുക്ക് ആവശ്യം ഫാമിലി ആയിട്ട് താമസിക്കുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ കിടക്കാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ്. വെയിറ്റിംഗ് ഷെഡ് എന്ന് പറയുന്ന 2 പൈപ്പ് മാത്രമാണെന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. അത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളത് തന്നെയാണ്. അവിടെ പോയി ഇരുന്നിട്ടുള്ളവർക്കറിയാം ഇതിന് 7 ലക്ഷം രൂപ ആവശ്യമാണോ എന്നുള്ളൊരു ചിന്ത പലർക്കെങ്കിലും വന്നിട്ടുണ്ടാവും. അവിടെ വെയിറ്റിംഗ് ഷെഡിൽ ഇരുന്നിട്ടുള്ളവർക്ക് എന്തായാലും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടാവാം. ഇതിലിപ്പോ നല്ല സുഖമായിട്ട് ഇരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വെയിറ്റിംഗ് ഷെഡ് തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതിനൊക്കെ ഇത്രത്തോളം പൈസ ചെലവാക്കുമ്പോൾ ഒരു വീട് നമ്മൾ ജീവിതകാലം മുഴുവൻ അവിടെ ജീവിക്കാനുള്ളതാണ്. അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അത്രത്തോളം ചെറിയ എമൗണ്ട് ആണോ എന്നെങ്കിലും നിങ്ങൾ ചിന്തിക്കുക. ഇനി വരാൻ പോകുന്നവരെങ്കിലും അവർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കുക എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.